ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ആൻഡമാൻസിലേക്കാണ്. ഇന്ത്യയുടെ ഭാഗമായതിനാൽ തന്നെ നമുക്ക് അവിടേക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ വിസയോ ഒന്നും ആവശ്യമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ്സോ അല്ലെങ്കിൽ ഷിപ്പിൽ നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, നേരെ ആൻഡമാൻസിലേക്ക് ഇറങ്ങാം. നമ്മൾ പോകുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ആൻഡമാൻസ് പോകാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലാണ്. കുറച്ച് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ബാൽക്കണി വ്യൂ ആണ്. നല്ല രസമായിട്ട് നമുക്കിങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് പോർട്ട് ബ്ലെയറിലാണ്. സ്വരാജ് ദ്വീപ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം ഹാവ്ലോക്കിലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെറിയിലാണ് അവിടേക്ക് പോകാൻ പറ്റുക. അപ്പോൾ അതിനുള്ള ബുക്കിങ്ങൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. മുൻപേ തന്നെ ചെയ്തു വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിലേക്ക് പോവാണ് ഫെറിയിൽ. നോർമലി നമുക്ക് 1.5 hours മുതൽ 2 hours വരെയാണ് ജേർണി ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ തന്നെ ഫുഡൊക്കെ അവൈലബിൾ ആണ്, അത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിലേക്ക് പോവാണ്. മൊത്തം 572 ഐലൻഡ്സ് ആണ് ആൻഡമാൻസ് ആൻഡ് നിക്കോബാർസിലുള്ളത്. അതിൽ കുറച്ചെണ്ണത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഏത് ബീച്ചിൽ പോയി കഴിഞ്ഞാലും നല്ല ബ്ലൂയിഷ് വാട്ടറാണ്. അത് രണ്ട് തരത്തിൽ പറയാം. ടർക്കോയിഷ് ബ്ലൂ, ടർക്കോയിഷ് ഗ്രീൻ എന്ന കളറുകളൊക്കെയാണ് അവർ അതിനെപ്പറ്റി പറയാറ്. അങ്ങനെ ഒരു നല്ല ഒരു ബീച്ചാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഈ കാലത്ത് തന്നെ പോകുന്ന ആൾക്കാരുടെ സിലിണ്ടേഴ്സൊക്കെ കൊണ്ടുപോകണമെന്നാണ് കാണുന്നത്. പാഡി എന്ന് പറയുന്നതാണ് ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഇത്. SSI എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. പാഡി ഗ്രൂപ്പിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡായിട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ്സാണിത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്താണ്. റൂമിലേക്ക് പോയിട്ട് ഇനി സെറ്റായിട്ട് ക്ലാസ്സിലേക്ക് പോവാം. സ്കൂബയുടെ ക്ലാസ് ഡൈവ് ചെയ്യാൻ വേണ്ടി. കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഈ കടലിൻ്റെ അടിയിലും വെള്ളത്തിൻ്റെ അടിയിലൊക്കെ എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് നന്നായിട്ട് കാണാനും അത് സ്കൂബ ഡൈവിങ് ചെയ്യാനൊക്കെ ഒന്ന് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും സ്കൂബ ഡൈവിങ്ങിൻ്റെയും ആൻഡമാൻസിൻ്റെയും കുറച്ച് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മീനുകളുടെ കൊട്ടാരം കാണാൻ എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയൊരു ലോകം തന്നെയാണ് കടലിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുക. ആദ്യമൊക്കെ കുറച്ച് പേടി തോന്നിയെങ്കിലും പിന്നീട് ആ പേടിയൊക്കെ മാറി. മത്സ്യങ്ങളുടെ വർണ്ണങ്ങളും പലതരത്തിലുള്ള കോറൽസുകളും അങ്ങനെ പല വെറൈറ്റി തിങ്സാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഫിഷുകളും പിന്നെ പലതരത്തിലും പല കളറുകളിലുള്ള കോറൽസും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തോന്നിപ്പോകും. അപ്പോൾ ആൻഡമാൻസിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.